ശരിക്കും ഈ അനീഷ് എത്രത്തോളം ജെനുവിനാണെന്നും അതോടൊപ്പം തന്നെ എന്ത് നല്ല മനുഷ്യനാണെന്നുള്ളത് ശരിക്കും ഓരോ ദിവസം കഴിയും തോറും അതിങ്ങനെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് അനീഷ് എത്രത്തോളം ജെന്യുവിനായിട്ടാണ് കാണുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. അതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നെവിൻ വിഷയത്തിൽ ഷാനവാസ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതില് അനീഷാണ് ഏറ്റവും കൂടുതൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത്. സത്യം ഷാനവാസിന്റെ ഭാഗത്താകും അല്ലെങ്കിൽ ഷാനവാസിന്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷാണ് ഏറ്റവും കൂടുതൽ ഷാനവാസിനൊപ്പം നിന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഷാനവാസിനെ കുറ്റപ്പെടുത്തിയപ്പോൾ പോലും ലാലേട്ടൻ വരുന്ന ദിവസം, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അനീഷ് കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഷാനവാസിന്റെ സത്യസന്ധത അല്ലെങ്കിൽ ഷാനവാസിന്റെ ഭാഗത്തുള്ള സത്യം അത് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് അത് തുറന്നു കാട്ടണമെന്ന് തന്നെയാണ് അനീഷ് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ലാലേട്ടൻ വന്നുകൊണ്ട് എന്താണ് നടന്ന സത്യാവസ്ഥ എന്നുള്ളത് തെളിയിക്കുമെന്ന് തന്നെയാണ് അനീഷ് പറയുന്നത്. അതിനുശേഷമായിരിക്കും അനീഷ് പറയുന്നു ഈ പറയുന്ന രീതിയിൽ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അതായത് ഷാനവാസിന്റെ ഭാഗത്ത് ശരിയുണ്ടോ, ഷാനവാസ് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ള തരത്തിൽ അനീഷിന് ഒരു ഉറപ്പ് വേണം. കാരണം ഇപ്പോ അനീഷ് ഷാനവാസിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം ശരി ഷാനവാസിന്റെ ഭാഗത്ത് ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ്, തന്റെ കൂട്ടുകാരൻ കള്ളം പറയത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അനീഷ് അത്രയ്ക്കും കട്ടയ്ക്ക് ഷാനവാസിനോടൊപ്പം നിന്നത്. കാരണം നമ്മൾ കണ്ടിട്ടില്ല ഇതിനു മുന്നേ അനീഷ് ഇത്രത്തോളം ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഷാനവാസിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഇത്രത്തോളം ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചത്, ശരിക്കും പറഞ്ഞാൽ അത് അനീഷ് ഷാനവാസിനെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ലാലേട്ടൻ വരുന്ന ദിവസം മറ്റാരെക്കാട്ടിലും കാത്തിരിക്കുന്നത് അനീഷ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ച് മുന്നേ തന്നെ അത് ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാഗത്ത് ശരിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നിനും നിന്നോടൊപ്പം നിൽക്കത്തില്ല എന്നുള്ള തരത്തിൽ അനീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തീരുമാനിക്കാം ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് ഷാനവാസും പറയുന്നുണ്ട് ലാലേട്ടൻ വരുന്ന ദിവസം ഒരു തീരുമാനം ഉണ്ടാകും എന്ത് തന്നെ ആയാലും എന്ന് ഷാനവാസും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷാനവാസിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് ലാലേട്ടൻ തെളിയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അനീഷ് കട്ടയ്ക്ക് ഷാനവാസിനോടൊപ്പം നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതല്ല എന്തെങ്കിലും തരത്തിൽ ഷാനവാസിന് എതിരായി കഴിഞ്ഞാൽ പിന്നെ അനീഷിന്റെ മുന്നോട്ട് പോക്ക് എന്താണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.